സ്വപ്നങ്ങൾ. പി. സുബ്രഹ്മണ്യം നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് സ്വപ്നങ്ങൾ. 1970 ഒക്ടോബർ 2 പ്രദർശനം ആരംഭിച്ച ഈ ചിത്രത്തിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം എസ്. എൽ. പുരം സദാനന്ദൻ, ഗാനരചന വയലാർ, സംഗീതം ജി. ദേവരാജൻ, പിന്നണി ഗായകർ യേശുദാസ്, ലതാ രാജു, പി. ലീല, പി. മാധുരി, പി. സുശീല, രേണുക. അഭിനയിച്ചവർ മധു, എസ്. പി. പിള്ള, വിൻസെൻ്റ്, ഡി. ഫിലിപ്പ്, ശ്രീവിദ്യ, ശ്രീദേവി, ശാന്തി, ഗീതാഞ്ജലി, ഡി. കെ. ചെല്ലപ്പൻ, കനകശ്രീ. ഛായാഗ്രഹണം ENC നായർ. കഥ: ഗോപാലപിള്ള എന്ന കണക്കെഴുത്തുകാരൻ, ഭാര്യ ലക്ഷ്മി, മകൾ രാജമ്മ. ഒരു ദിവസം ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്തു. ആ ഇടിമിന്നലേറ്റ് കൊച്ചു രാജമ്മയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അതോടെ പഠിപ്പ് മുടങ്ങി. ഒരു ദിവസം അന്ധയായ രാജമ്മ ഉദ്യാന നൃത്തം മനസ്സിൽ കണ്ട് സ്കൂളിനെ ലക്ഷ്യമാക്കി വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു നീങ്ങി. എതിരെ പാഞ്ഞു വരുന്ന ലോറി അവളെ കണ്ടില്ല. അവളെ തേടി ഇറങ്ങിയ അമ്മ അത് കണ്ട് അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ ഓടിച്ചെന്നു. പക്ഷേ അവർ വണ്ടിയുടെ അടിയിൽപ്പെട്ട് മരണമടയുകയാണ് ഉണ്ടായത്. ആകെ തളർന്നുപോയി ഗോപാലപിള്ള. അന്ധയായ മകളെ പോറ്റാനായി അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു. എന്നാൽ അത് ഗുണത്തിലേറെ ദോഷമായി ഭവിച്ചു. രാജമ്മയ്ക്ക് കാഴ്ചശക്തി ഇല്ലെന്ന പരിഗണന പോലും നൽകാതെ രണ്ടാനമ്മ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഗോപാലപിള്ള വിധിയെ പഴിച്ച് നിസ്സഹായനായി മൂകനായി ഇരുന്നു. എന്നാൽ രാജമ്മയുടെ കൂട്ടുകാരി രാധ ആ സങ്കടം മനസ്സിലാക്കി പരിഹാരത്തിന് തുനിയാൻ തുടങ്ങി. ആകെ പൊറുതിമുട്ടിയ രാജമ്മ മഹിളാ സദനത്തിലെ കൈത്തൊഴിൽ ശാലയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. രാജമ്മയുടെ കൂട്ടുകാരി രാധ അവളെ എന്നും കാണും. സ്ഥലത്തെ നേതാവും ചട്ടമ്പിയുമാണ് സോമൻ നായർ. അയാൾ രാജമ്മയെ ശ്രദ്ധിച്ചു തുടങ്ങി. വിവാഹാലോചനയുമായി സോമൻ നായർ ചെല്ലപ്പൻ നായരെ രാജമ്മയുടെ ചിറ്റമ്മയുടെ അടുത്ത് പറഞ്ഞു വിട്ടു. ഒരു നാൾ വഴിയിലൂടെ നടന്നുപോയ രാജമ്മയെ ഒരു വണ്ട് ശരീരത്തിൽ പറ്റിക്കൂടി ശല്യം ചെയ്യാൻ തുടങ്ങി. അതുവഴി കടന്നുപോയ ഡോക്ടർ ബാലകൃഷ്ണൻ അവളെ വണ്ടിൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷിച്ചു. അതൊരു പരിചയത്തിൻ്റെ തുടക്കമായി. മിക്കവാറും ദിവസങ്ങളിൽ അവർ കണ്ടുമുട്ടാൻ തുടങ്ങി. ഡോക്ടറുടെ വീട്ടിലും ഒരു നാൾ അവൾ പോയി. അയാൾ അവൾക്ക് ഒരു കൂളിംഗ് ഗ്ലാസും കളിപ്പിയാനോയും സമ്മാനിച്ചു. താൻ ഹരിജനാണെന്നും കാണാൻ ഭംഗിയില്ലാത്തവനാണെന്നും രാജമ്മയോട് ഡോക്ടർ പറഞ്ഞു. തനിക്ക് ജാതിയും സൗന്ദര്യവും പ്രശ്നമല്ലെന്നും നല്ലവനായിരിക്കണം എന്നേ ഉള്ളൂ എന്നും രാജമ്മ മറുപടിയും പറഞ്ഞു. ആദ്യ ഭാര്യയെ കൊന്ന സോമൻ നായർക്ക് രാജമ്മയെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ചിറ്റമ്മ ഗോപാലപിള്ളയെ നിർബന്ധിച്ചത്. ഗോപാലപിള്ള സമ്മതിച്ചു. എന്നാൽ അന്ന് രാത്രി രാജമ്മ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ വീട്ടിലെത്തി. ആ വിവാഹത്തിൽ നിന്നും തന്നെ രക്ഷിക്കണം എന്നപേക്ഷിച്ചു. ഡോക്ടറുടെ വീട്ടിൽ രാജമ്മ പോയതറിഞ്ഞ സോമൻ നായരും ചെല്ലപ്പൻ നായരും പ്രശ്നവുമായി എത്തി. ബാലകൃഷ്ണൻ വഴങ്ങിയില്ല. ജാതിപ്രശ്നം എടുത്തിട്ടു. അതിലും കാര്യമുണ്ടായില്ല. പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് അവളെയും ബാലകൃഷ്ണനെയും വിളിച്ചു വരുത്തി. തനിക്ക് ബാലകൃഷ്ണനെ വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്ന് സ്റ്റേഷനിൽ വച്ച് തുറന്നു പറഞ്ഞു. പ്രായപൂർത്തിയായവരുടെ വിവാഹക്കാര്യത്തിൽ ഇടപെടാൻ അധികാരമില്ലെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു. സോമൻ നായരെ തിരിച്ചയച്ചു. ഹരിജനായ ബാലകൃഷ്ണൻ നായരായ രാജമ്മയെ രജിസ്റ്റർ വിവാഹം നടത്തി. സാക്ഷിയായത് രാജമ്മയുടെ കൂട്ടുകാരിയായ രാധയും അവളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് ജയചന്ദ്രനും. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ നീങ്ങുമ്പോൾ അത് കണ്ട് അസൂയപ്പെട്ട സോമൻ നായർ ഒരു ദിവസം രാത്രി തന്ത്രപൂർവം ബാലകൃഷ്ണനെ വീട്ടിൽ നിന്നും മാറ്റിയിട്ട് രാജമ്മയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. സോമൻ നായരുടെ കൈവശമുണ്ടായിരുന്ന കത്തി രാജമ്മ എങ്ങനെയോ തട്ടിയെടുത്തു. അത് അയാളുടെ കരളിൽ കൊണ്ടു. അയാൾ മരിച്ചു. പോലീസ് കേസായി. കോടതിയിൽ കേസെത്തി. അഡ്വക്കേറ്റ് ജയചന്ദ്രൻ അവൾക്ക് വേണ്ടി വാദിച്ചു. കോടതി അവളെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി വെറുതെ വിട്ടു.